ഹലോ, നിങ്ങളിപ്പോൾ കാണുന്ന ഡ്രസ്സില്ലേ, അത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ വ്യൂ കിട്ടിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞങ്ങളൊരു തുടക്കക്കാരായതുകൊണ്ട് തന്നെ 1 മില്യൺ വ്യൂ എന്നൊക്കെ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ റെഡ് കളർ ഫ്ലവറില്ലേ, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. വലിയ പാടൊന്നുമില്ല കേട്ടോ, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതായിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനാദ്യം വേണ്ടത് ഇതുപോലൊരു നൂല്, ഒരു സൂചി, പിന്നെ ഒരു സിസേഴ്സ്. ഇനി ഏറ്റവും വേണ്ടപ്പെട്ടൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ സാധനം ഈ റിബണാണ് കേട്ടോ. ഇത് സാറ്റിൻ മെറ്റീരിയലിൽ വരുന്നൊരു ഹാഫ് ഇഞ്ചോളം വീതി വരുന്ന ഒരു റിബണാണ്. കടയിൽ നമുക്ക് നല്ല ചീപ്പ് റേറ്റിനാണ് കിട്ടുന്നതായിട്ട്. അതായത് ഈ ഒരു റോള് 5 എണ്ണോ 6 എണ്ണോ വരുന്നതിന് 60 രൂപ മറ്റേ ഉള്ളൂ. ഒത്തിരി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ ഒരു റിബണിൽ തന്നെ. പിന്നെ വേണ്ടത് ഒരു സിഗരറ്റ് ലാമ്പാണ്, ഇല്ലെങ്കിൽ നമുക്ക് ക്യാൻഡിൽ എടുക്കാം. ഈ ചൂടത്ത് ക്യാൻഡിൽ എടുത്താൽ സത്യം പറഞ്ഞാൽ ക്യാൻഡിൽ ഇടുന്നതിനെക്കാട്ടുമ്പോൾ നമ്മൾ ഉരുകിത്തീരും. കാരണം ഫാൻ ഇടാൻ പറ്റില്ലല്ലോ ക്യാൻഡിലുള്ളതുകൊണ്ട്. ഇതിലേതെങ്കിലും ഒരു സംഭവം എടുക്കുക. അതിനുശേഷം നമ്മുടെ സൂചി നൂലിൽ നമ്മുടെ സാധാ എങ്ങനെയാണോ കൊരുക്കുന്നത് അതുപോലെ കൊരുക്കാം. ചിലർ 2 ഇഴയിട്ട് കെട്ടിട്ട് വയ്ക്കും, അതായത് 2 ഇഴയും ഒരുപോലെ പിടിച്ച് കെട്ടിടും. ചിലർ ഒരു ഇഴ വിട്ട ശേഷം കെട്ടിട്ട് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ സൗകര്യം, എളുപ്പം ഏതാണോ അതുപോലെ നമുക്ക് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഈ റിബൺ ഇങ്ങനെ എടുത്ത് അതിൻ്റെ തുമ്പ് ഭാഗം, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക. ഉരുക്കി കൊടുക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഇത് സാറ്റിൻ മെറ്റീരിയൽ അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഉരുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഇഴകളിങ്ങനെ ഊരി പോവും. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് പെർഫെക്റ്റായിട്ടിരിക്കും, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഇഴ ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ എന്താ പറയണ്ടേ, ഒരു ഫിനിഷിങ് കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉരുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. മുകളിൽ താഴോട്ട് ഇങ്ങനെ നമ്മൾ പെനച്ചെടുക്കുമെന്ന് പറയത്തില്ല, അതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ടോപ്പിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് മടക്കി എടുക്കുക. താഴോട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് മടക്കി എടുക്കുക. പിന്നെ മടക്കി എടുക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു സൈസിലാണ് വേണ്ടത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിത് പുറത്ത് കൊടുക്കുന്ന ഡ്രസ്സായതുകൊണ്ട് എല്ലാ ഫ്ലവേഴ്സിനും ഏകദേശം സെയിം സൈസ് തന്നെ ആയിരിക്കണം. ഒന്നിന് സൈസ് കൂടിയും സൈസ് കുറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിക്കേടല്ലേ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടക്കി എടുക്കുമ്പോൾ 1 to 17, അതായത് 1 തൊട്ട് 17 വരെ എണ്ണും. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് 17 എത്തുമ്പോൾ നിർത്തി കട്ട് ചെയ്ത് ഇതുപോലെ ഉരുക്കിയെടുക്കും. എന്നിട്ട് ബാക്കിലോട്ട് വെച്ച് എന്താ ചെയ്യേണ്ടത്, സൂചി നൂലും വെച്ച് കെട്ടിടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെയിം സൈസ് തന്നെ ആയിരിക്കും. ഒന്ന് ചെറുതോ ഒന്ന് വലുതോ ആകത്തില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് ലാസ്റ്റ് മടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും, അതായത് 2 സൈഡും ഒന്ന് തിരിച്ചും നോക്കുമ്പോൾ ഏത് ഭാഗത്താണോ കുറച്ചും കൂടെ ഒരു എന്താ പറയേണ്ടത്, ഒരു പൂവിൻ്റെ ഷേപ്പ്, അതായത് നല്ല ഇതൾ പോലെ നിൽക്കുന്നത് എവിടെയാണോ തോന്നുന്നത് ആ ഭാഗം നമ്മൾ ഫ്രണ്ടായിട്ടും മറ്റേ ഭാഗം ബാക്കായിട്ടും എടുക്കുക. ശേഷം ബാക്ക് സൈഡിലോട്ട് വെച്ച് നമ്മൾ ഈ ലാസ്റ്റ് ഉരുക്കിയെടുക്കത്തില്ലേ, അതിങ്ങനെ ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് വെച്ച് ഇതുപോലെ സൂചി നൂലും വെച്ചൊന്ന് കോർത്തെടുത്ത് അതൊന്ന് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അകത്തുനിന്ന് പുറത്തോട്ട് മധ്യത്തോട് ഇങ്ങനെ കുത്തിയെടുത്ത് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഊരിപ്പോവില്ല കേട്ടോ. നമ്മൾ ഈ ചുറ്റിച്ചെടുത്ത ഭാഗമില്ല, അതിങ്ങനെ ഊരിപ്പോവില്ല കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ നമുക്കിത് ഫിക്സ് ചെയ്ത് വെക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇഴകളിലുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് അകത്തോട്ട് കുത്തിയിറക്കി അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ചെയ്യുന്ന പോലെ കണ്ടോ, ഇതുപോലെ സൂചി കയറ്റി മറ്റേ സൈഡിലോട്ട് എടുക്കാം. ഇങ്ങനെ നമ്മുടെ ഇൻഡു മാർക്ക് ഇടുന്ന പോലെ 2 വട്ടോ അല്ലെങ്കിൽ 3 വട്ടോ ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ഫിക്സ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പം കുറച്ചുകൂടി ടൈം നമുക്ക് കിട്ടും. സിംഗിളായിട്ട് നമ്മൾ ഓരോ ഇഴകളിലും ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം പോവും എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ടൈം നമുക്ക് കുറച്ചും കൂടെ കിട്ടും. പെട്ടെന്ന് ഒരു പൂ തന്നെ നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഇതൊന്ന് കെട്ടിട്ട ശേഷം കട്ട് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഫ്ലവറായിട്ടുണ്ട്, കണ്ടില്ലേ. അത്യാവശ്യം നമുക്ക് നല്ല ഭംഗിക്ക് തന്നെ നല്ലൊരു എന്താ പറയണ്ടേ, നമുക്ക് ഡ്രസ്സിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം വീഡിയോയിലായതുകൊണ്ട് ഇത് എത്രത്തോളം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ലെയറായിട്ട് നല്ലൊരു ഫ്ലവർ ലുക്കിൽ തന്നെ നല്ല ഫ്ലവറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഫ്ലവേഴ്സ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ കളർ തന്നെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലത്തെ എല്ലാ കളറിലും നമുക്ക് ആ റിബൺ കിട്ടും കേട്ടോ. സാറ്റിൻ മെറ്റീരിയലിന്, സാറ്റിനും കോട്ടണും എല്ലാം കിട്ടും. അപ്പം നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്ത് ഈ 1/2 ഇഞ്ച് വരുന്നതാണ് കേട്ടോ ഏറ്റവും എളുപ്പം
ഒരുപാട് ഇഞ്ച്, അതായത് വലിയ റിബൺ ആവും തോറും നമുക്ക് റെഡിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 1/2 ഇഞ്ച് വരുന്ന റിബൺ ആകുമ്പോൾ നമുക്കിതുപോലെ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളിത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു. അത് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചത്. ഈ കാണുന്ന ഗമ്മാണ് കേട്ടോ, ഞങ്ങളിത് ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. നല്ലപോലെ എന്താ പറയണ്ടേ, ഇളകി പോകാൻ നിൽക്കും കേട്ടോ. ഞങ്ങളെല്ലാം ഇത് തന്നെയാണ് ഇപ്പം കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയ ശേഷം ഗം വെച്ച് നമ്മളത് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ സൂചി നൂലും വെച്ച് ഒന്നും കൂടെ ഈ ഫ്ലവേഴ്സ് എല്ലാം ഡ്രസ്സിൽ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് പുറത്ത് കൊടുക്കുന്നത്. ഈ കാണുന്ന ഫ്ലവറില്ലേ, ഇതിൻ്റെ റെഡ് കളറാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കയ്യിൽ പണ്ട് വേറെ ഡ്രസ്സിൽ വെക്കാനായിട്ട് ഇരുന്നതിൻ്റെ ബാലൻസാണ്. അപ്പോൾ ഇതിലത്തെ ഫ്ലവറാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ സൈസ് കണ്ടില്ല, കമ്പയർ ചെയ്യുമ്പോൾ മറ്റേതിനെക്കാട്ടും സൈസ് കുറച്ചുകൂടെ ചെറുതാണ് കേട്ടോ. ഇതിപ്പം വീഡിയോയിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് തോന്നുന്നു, പക്ഷേ കുറച്ചുകൂടെ ചെറിയ സൈസാണ്. എനിക്ക് തോന്നുന്നു ഇതിലവർ ഗം വെച്ച് അറ്റാച്ച് ചെയ്തേക്കാന്ന് തോന്നുന്നു. ഞാനിത് ജസ്റ്റ് ഒന്ന് പിടുത്ത് നോക്കിയപ്പോൾ ഗം വെച്ച് ഇങ്ങനെ റോൾ ചെയ്തേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സൂചി നൂലും വെച്ച് അറ്റാച്ച് ചെയ്യുന്നത് എപ്പോഴും കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും. നമുക്ക് ഡ്രസ്സിൽ വെക്കാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുറച്ചും കൂടെ ഒരു നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യുമേ. ഈ ഫ്ലവറാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 1 മില്യൺ വ്യൂ കയറിയ ഡ്രസ്സാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞങ്ങളിപ്പോഴും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ക്രിസ്മസിന് ഇറക്കിയ ഒരു കളക്ഷനാണ്. പക്ഷേ ക്രിസ്മസിന് മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റി ഔട്ട്ഫിറ്റാണ്. അതിൻ്റെ സ്ലീവൊക്കെ നല്ല ഡിഫറൻ്റ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്.